നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോവലാണ്. കോവൽ തൈയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ള കോവലിൻ്റെ തണ്ടാണ്. അത് പടർന്ന് പന്തലിച്ച് വലിയ ചെടിയായിട്ട് ഇപ്പോൾ നമുക്ക് ധാരാളം കായ്കൾ കിട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ പൊട്ടിച്ച ഒരു 3 കിലോ 4 കിലോ കണക്കിന് കടയിൽ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഭാര്യയാണ് അത് ചെയ്യണേ. കടയിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആളാണ് ചെയ്യാറ്. അപ്പം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ വീട്ടിലത്തെ കറികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും നമുക്ക് കൊടുക്കാനുണ്ട്. ചെറിയ ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 1000, 1500, 2000 രൂപയോളം വരുന്ന കായ നമ്മളിതിൽ വിറ്റിട്ടുണ്ട്. 2-3 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കായകൾ കിട്ടാറുണ്ട്. നമ്മളത് ഒരു 4 കിലോ 3 കിലോ കണക്കിന് കിട്ടാറുണ്ട്. അത് നമ്മൾ കടയിൽ കൊണ്ടു കൊടുക്കും. 40 രൂപ വെച്ചിട്ട് കടക്കാരൻ നമുക്ക് തരുന്നുണ്ട്. നല്ല അഭിപ്രായമാണ് കടക്കാർക്കും പറയണത്. നമ്മൾ വളമൊന്നും രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. രാസവളത്തിന് പകരം നമ്മൾ ചാണകപ്പൊടി ആൻഡ് എല്ലുപൊടി, അതേമാതിരി വീട്ടിലുണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റ് അതൊക്കെയാണ് നമ്മൾ ഇടുന്നത്. മീൻ കഴുകിയ വെള്ളം അതൊക്കെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കും. അത് നന്നായി കായ്ക്കുന്നുണ്ട്. ഇപ്പോൾ പൊട്ടിക്കണതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ പൂവ് വീണ്ടും ഉണ്ടാവും. 3 ദിവസം കൂടുമ്പോൾ പൊട്ടിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം തന്നെ നമുക്ക് പുതിയ ഫ്ലവറുകൾ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെയാണ് പൊട്ടിച്ച് വീണ്ടും വലുതായി വരുന്നതും നമ്മൾ പൊട്ടിക്കുന്നതും. ഇത് പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കായകൾ നമുക്ക് പൊട്ടിച്ച് കഴിക്കുകയാണെന്ന് വെച്ചാൽ ഷുഗർ പേഷ്യൻറ്റിന് നല്ലതാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ചെറുത് കഴിക്കാൻ മൂക്കുന്നതിന് മുന്നേ കഴിക്കാൻ നല്ല ടേസ്റ്റും കൂടിയാണിത്. അപ്പോൾ അത് ഷുഗർ ഉള്ളവരൊക്കെ ഒന്ന് മേടിച്ച് ഇത് നട്ടു വളർത്തുക. ഒരു 4 കായ വീതം എന്നും കാലത്ത് കഴിക്കുകയാണെന്ന് വെച്ചാൽ ഷുഗർ കുറഞ്ഞു കിട്ടും. ഷുഗറിന് ഏറ്റവും പറ്റിയ മരുന്നാണ്. ഞാൻ ഈ ഷുഗറിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇത് നട്ടത്. ഇപ്പോൾ ഞാൻ വീട്ടിലുള്ളപ്പോൾ ഒരു 4 കായൊക്കെ ഡെയിലി തിന്നും കാലത്ത്. അപ്പം അത് ടേസ്റ്റുമാണ് ആണ് ഇത്. ഇനി നമുക്ക് കായകളൊക്കെ പൊട്ടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങളുടെ വീട്ടിൽ ഒരു തണ്ട് കൊടന്ന് നടുക. അത് നട്ടു വളർത്ത പരിപാലിക്കുക. നല്ല കായ്ഫലം ഉണ്ടാവും. നല്ല ടേസ്റ്റുമാണ്. കറി വയ്ക്കാനും നല്ലതാണ്. എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പം നിങ്ങൾ നട്ടു വളർത്തണം. ജൈവവളങ്ങൾ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ വളരെ നല്ലത്. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ മൂത്ത കായകളാണ് നമ്മൾ പൊട്ടിക്കണത്. ഇന്നലെ നമുക്ക് കോവയ്ക്കായിരുന്നു കറി. കോവയ്ക്കും ചെമ്മീനും കൂടിയിട്ട് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. കോവയ്ക്കും ചെമ്മീനും കൂടിയിട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുക. അപ്പോൾ അത് അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് വെച്ചാൽ കോവയ്ക്കും ചെമ്മീനും കൂടിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ അതിൻ്റെ രുചി അറിയാം. പിന്നെ നിങ്ങൾ വിട്ട് കളയില്ല. അസാധ്യ ടേസ്റ്റായി. പിന്നെ നമ്മുടെ അടുത്ത ഫ്രണ്ട്സിന്, നമ്മുടെ കൂട്ടുകാർ വരുമ്പോൾ കൂട്ടുകാർക്കും, ബന്ധുക്കൾ വരുമ്പോൾ ബന്ധുക്കൾക്കൊക്കെ ഞങ്ങൾ ഇതിൽ നിന്ന് പൊട്ടിച്ചു കൊടുക്കും. ഇത് കടയിൽ കൊടുത്ത് കാശ് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണിത്. പൊട്ടിക്കാനും കൊണ്ടു കൊടുക്കാനൊക്കെ. കാശ് കിട്ടുന്ന ആൾക്ക് അത്യാവശ്യം കടയിൽ പോയാൽ പച്ചക്കറി മേടിക്കാനും അതേമാതിരി മുട്ട മേടിക്കാനും ഒക്കെയുള്ള കാശ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആളത് കാരണം ഇതിന് വളമിട്ട് കൊടുക്കലൊക്കെ ആളെന്നെയാണ്. പരിപാലിക്കണതൊക്കെ ആൾ തന്നെയാണ് കേട്ടോ. വൈഫ് തന്നെയാണ് പരിപാലിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനിപ്പോൾ നാട്ടിലില്ലാത്തപ്പോഴും ആളാണ് ഇതൊക്കെ ചെയ്യുക. ആൾ കടയിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. ഇവിടെയൊക്കെ ഉണ്ട് കണ്ട, നിറച്ചുണ്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാ 3 ദിവസം കൂടുമ്പോഴും ഞങ്ങൾ പൊട്ടിക്കും. കടയിൽ കൊണ്ടു കൊടുക്കും. അത് ഒരു 3 കിലോ 4 കിലോ ഉണ്ടാവും. ഇന്നലെ ഭാര്യയുടെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവർക്കൊരു കറി വയ്ക്കാനുള്ളത് കൊണ്ടുപോയി. അവർ ഒരു 2 കിലോളം അവർ പൊട്ടിച്ച് കൊണ്ടുപോയി. ബാലൻസ് ഉള്ളതാണ് ഇന്ന് നമ്മൾ പൊട്ടിക്കുന്നത്. ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഉള്ളിലുള്ളത് നമുക്ക് പെട്ടെന്ന് കാണില്ല. ഇത് പൊട്ടിച്ച് ഒരു 2ാം വരവ് വന്നിട്ട് നമ്മൾ ഉള്ളിലുള്ളതൊക്കെ പൊട്ടിക്കണം. മല കിട്ടുള്ളൂ. ഉള്ളിൽ കുറേ കിടക്കുന്നുണ്ട്. ഈ പച്ച കളറായ കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഞണ്ടി കിടക്കണത് മാത്രം പൊട്ടിച്ചാൽ പോരാ, ഉള്ളിലുള്ളതും കൂടി കയറി പൊട്ടിക്കണം. ഇത് ഒരു ഉണ്ട മാതിരിയുള്ള കോവയ്ക്കാണ്. നീളനുള്ളത് വേറെയുണ്ട്, വേറെ ഒരു ടൈപ്പ് ഉണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പച്ചയ്ക്ക് തിന്നാനും ടേസ്റ്റാണ്. അതേമാതിരി തന്നെ കറി വെച്ചാലും ടേസ്റ്റാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഒരു കൂട്ടുകാരനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ISROയിൽ ജോലി ചെയ്യണം. അവർ 2 ആളും കൂടിയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ
എന്നിട്ട് അവൻ ഇതിൻ്റെ തണ്ട് കൊണ്ടുപോയിട്ട് അവിടെ തിരുവനന്തപുരത്ത് അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെറിയ കോമ്പൗണ്ട് ഉണ്ട്, അവിടെ നട്ടു. അത് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവൻ എന്നിട്ട് ഞങ്ങൾ ജോലി സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അത് പറഞ്ഞു, അവൻ ഇനി ഒരു ദിവസം കൂടി വരാമെന്ന്. പിന്നെ ഇതുമാതിരി തന്നെ ഇവിടുന്ന് കുറേ തണ്ട് കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ. ഇത് ഒരു പരിധി കഴിയുമ്പോൾ നമ്മളിത് മുഴുവനും വെട്ടിയിട്ട് അതിൻ്റെ വീണ്ടും പന്തലിലേക്ക് കയറ്റും. അപ്പോൾ വീണ്ടും ഉണ്ടായി വരും. ഇപ്പം നമ്മളൊരു സ്റ്റെപ്പ് ഉണ്ടായി തീർന്നിട്ട് രണ്ടാമതും പന്തലിലേക്ക് കയറ്റിയതാണിത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വിളവെടുപ്പ് ഇത്രയും കോവയ്ക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഒരു 10-15 എണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ ഒരു ഉപ്പേരിക്കുള്ളതായിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ കടയിൽ കൊണ്ടു കൊടുക്കും. ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കടകളിൽ തന്നെ അവർ കൊണ്ടുപോയോ എന്ന് പറയാറുണ്ട്. പിന്നെ ആളുകൾ പ്രൈവറ്റായിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കൊണ്ടുപോയോ എന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.